ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് വന്നത് നോക്കണം. കാല് മാറ്റിക്കോ. ഡ്രൈവ് ചെയ്ത് വന്നു. കംപ്ലൈന്റ് കൊടുത്തിട്ടുള്ളത് സിനിമ ഇൻഡസ്ട്രിയിൽ നിന്ന് തന്നെ ആരോ എന്നെ എതിർക്കുന്ന എന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. കേട്ടു. അല്ല, ആദ്യം കംപ്ലൈന്റ് കൊടുക്കേണ്ടത് മാനനഷ്ടത്തിന് ആ സ്ത്രീക്കെതിരെയാണ് കംപ്ലൈന്റ് കൊടുക്കേണ്ടത്. കാരണം അത്രയും ഇങ്ങനൊരു നിൽക്കുന്ന ഒരാളെ പറ്റി ഇങ്ങനൊരു അലിഗേഷൻ പറയുമ്പോൾ അവര് പറഞ്ഞത് തുടക്കം മുതലേ പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യമാണല്ലോ അവര് പറഞ്ഞത്. അതിനകത്ത് യാതൊരു അടിസ്ഥാനമില്ലെന്ന് അത് കേൾക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയുള്ളൂ. അപ്പൊ പിന്നെ ഇതായിട്ട് അനുബന്ധിച്ച് ചേട്ടൻ വന്നിട്ട് ആ ഡേറ്റിൽ നമ്മുടെ ഇവിടെ വർഷങ്ങൾക്ക് ശേഷം സിനിമയിലായിരുന്നു നിവിൻ ആ സമയത്ത് 14-15 തീയതികൾ. അപ്പം അതില് ഒരു കാരണം ഇപ്പൊ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ശരിക്കും മോശം അനുഭവം ഉണ്ടായിട്ടുള്ള സ്ത്രീകളെ ഒക്കെ വരുമ്പോ ഇവരെ പോലത്തെ ആൾക്കാർ ഫേക്ക് ആയിട്ടുള്ള ആൾക്കാർക്ക് ഒരു നമ്മൾ ഏത് വിശ്വസിക്കണം, ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് പറയുന്ന പോലെ കുറെ എല്ലാവരും ശരിയാണെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പം അങ്ങനെ ഒരു കൺഫ്യൂഷൻ വരും ആൾക്കാർക്കും എല്ലാവർക്കും. കാരണം ഇന്ന് ഏതെങ്കിലും ഒരു കുട്ടി എനിക്കൊരു അനുഭവം ഉണ്ടായെന്ന് പറഞ്ഞാൽ ഉടനെ കേസ് എടുക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. കാരണം ആര് പറഞ്ഞാലും നെക്സ്റ്റ് സെക്കൻഡ് പ്രതിയാക്കുകയാണ്. അപ്പം അതോടൊപ്പം തന്നെ ഇതിനൊക്കെ കൃത്യമായി തെളിവില്ലെങ്കിൽ ഇതൊന്നും നിലനിൽക്കില്ല. അപ്പം ഇതിനോടൊപ്പം തന്നെ സോളിഡ് ആയിട്ടുള്ള എവിഡൻസും ഉണ്ടാവണം ഇതൊക്കെ പ്രൂവ് ചെയ്യാൻ പറ്റുന്നത്. അപ്പം അത് എനിക്ക് തോന്നുന്നു നിവിന്റെ എനിക്ക് തോന്നുന്നു അത് അങ്ങനെ തള്ളിപ്പോയി. അത് കൃത്യമായിട്ട് ആൾക്കാർക്കും കേൾക്കുന്നവർക്കും എനിക്ക് തോന്നുന്നു പോലീസുകാർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവണം ഇതിനോടൊക്കെ. പ്ലസ് പരസ്യം ഇനോഗ്രേഷൻ കട്ട് ചെയ്ത് കണ്ടിട്ടില്ല. ഇത് ഇങ്ങനെ കട്ട് ചെയ്ത് വേദന എടുക്കണം.